അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു അന്നദാനമൊക്കെ പാസ്സാക്കിയിട്ട് അതിന് ശേഷമാണ് ജനൽ കാര്യങ്ങൾ ഒക്കെ ഒന്ന് തുറന്നിരുന്നത് കേട്ടോ. രാവിലെ തന്നെ കിളികളുടെ കളകളാരവും ആ ഒരു പോസിറ്റീവ് വൈബും ഒക്കെ ഒന്ന് വീടിനകത്തേക്ക് വന്നോട്ടെ. ആദ്യം തന്നെ അകാരവന്റെ എഗ്ഗ് ബോയിലറിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെയിൻ താരം മുട്ടയാണേ. മുട്ടന്റെ മൂട്ടിൽ കുത്തി കൊടുക്കാൻ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പിന്നുണ്ട്. ആ പിന്ന് വെച്ചിട്ട് ഒരൊറ്റ കുത്ത്. ഇതൊന്നും വെക്കാതെ ഉണ്ടാക്കിയാലും അയച്ചേ ഇതൊന്നും കുത്താതെ വെച്ചാലും മുട്ട പുഴുങ്ങി കിട്ടും. പക്ഷെ ഒന്നുകൂടി അതിൻ്റെ ഉള്ളിൽ കാവ്യൊക്കെ കയറി നല്ലപോലെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഉണ്ണിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടന്റെ മുട്ടിൽ ഒരു കുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് എത്രയാണ് മുട്ട വേവിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൊടുത്തിക്കണം ആ പാത്രത്തിന്മേ. അതിനനുസരിച്ചിട്ട് വെള്ളം അളന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കെറ്റില് ഓണാക്കി കൊടുക്കാം. കെറ്റിലല്ല, എഗ് ബോയിലർ ഓണാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാനൊരു 10-20 മിനിറ്റ് മുന്നേ തന്നെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ അതൊന്ന് ഉരുളക്കാക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പൊ ഞാൻ ഈ റൊട്ടി മാറ്റി വന്നതിന് ശേഷം ഇവനെ തന്നെയാണ് പരത്താനും പിടിച്ചാനൊക്കെ ആശ്രയിക്കല്. മുമ്പ് എനിക്കൊരു കടപ്പന്റെ കല്ലുണ്ടായിരുന്നു കേട്ടോ പരത്താനൊക്കെ ആയിട്ട്. ഇപ്പൊ ഞാനത് യൂസ് ചെയ്യലേ ഇല്ല. ഇതാണ് എനിക്കൊന്നുകൂടി അതിലാവുമ്പോ ഒരുവിധം കാര്യങ്ങളൊക്കെ ആയി തന്നെ നമുക്ക് ചെയ്യാലോ. പരത്തലും തട്ടലും പിടിക്കലൊക്കെ ആയിട്ട് ആയി തന്നെ നടത്താൻ പറ്റും. അപ്പോഴേക്കും നമ്മുടെ മുട്ട വെന്ത് വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കണം. ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ്സ് പോലെയാണ് ഞാൻ മുട്ട വെച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 3-4 ഞാൻ ജസ്റ്റ് ആ ഒരു പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പരത്തി കുറച്ചും കൂടി ഒന്ന് ചപ്പാത്തി വലിയതാക്കി എടുക്കും. നേരം നല്ലപോലെ പരപര വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കയറിയതാണ്. ചപ്പാത്തി മൊത്തത്തിൽ പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് ചുടല്. ഇത് രണ്ട് തവണയിലും കാലിടുന്ന പരിപാടി നമുക്ക് നടക്കൂല. ചിലർ പരത്തലും ചുടലൊക്കെ ഒപ്പം നടത്തലുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. ഞാനൊരു 2-3 ആദ്യം ഒന്ന് വേഗം ചുട്ട് വെച്ചിട്ട് എന്നിട്ടാണ് അതിക്ക് ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിക്കൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞുകാണ്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 അല്ലി മതി. അത് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ അതിക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗോതമ്പ് പൊടി, എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. 1 സ്പൂണ് 2 സ്പൂണിന്റെ ആ ഒരു അളവിലൊക്കെ മതി. പിന്നെ അതിക്ക് കുറച്ച് പാലില്ലെങ്കിൽ പാൽപ്പൊടിയോ വെള്ളമൊക്കെ മിക്സ് ആക്കി ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആണ്. പിന്നെ അതിക്ക് ചില്ലി ഫ്ലേക്സും ഉപ്പും ചീസും ഒക്കെ ഒന്ന് ചേർത്തിട്ട് സെറ്റാക്കി എടുക്കുക. ഞാനൊരു ഇത്തിരിയും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുട്ടല്ലേ, അത് ഇതേപോലെ നടുക് കയറിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസുകളെല്ലാം കൂടി ഇതിലേക്ക് ഒരൊറ്റ തട്ട്, എന്നിട്ട് ഇങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഇത് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ഒരു കറി പരുവത്തിന് അങ്ങനെ എടുക്കാം. ഞാൻ നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ ഒരു ഗ്രേവി പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മളൊരു ചപ്പാത്തി എടുക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, ക്യാബേജ്, എന്താണോ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് നെയ്യോ ബട്ടറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ട് ഇതേപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ റോൾ ചെയ്തെടുക്കാൻ ഉഷാറായിക്കാരം. പക്ഷേ ഇത് ചിലപ്പോൾ റോൾ ചെയ്ത് വെച്ചാൽ കെട്ടിയവന് പറ്റാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുട്ടിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രേവി പരുവത്തിന് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇനി. അതിനിടയ്ക്ക് മക്കൾക്കില്ല ജീരക വെള്ളത്തിനുള്ള വെള്ളവും വെച്ചെടുത്തിട്ട് കേട്ടോ. ഞാൻ മല കാണാൻ നല്ല ഭംഗിയുണ്ടേന്. അപ്പം അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മല കണ്ടാൽ ഇന്ന് മഴ പെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. എപ്പോൾ മഴ പെയ്യും എപ്പോൾ വെയിൽ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വരുമ്പോൾ വരുന്നത് പോലെ കാണാം, അത്ര തന്നെ ഉള്ളൂ. ഞാൻ മക്കൾക്കുള്ള വെള്ളവും പാത്രവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനി കേട്ടോ. ഇവിടെ ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ള റൂൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ബാഗിലൊക്കെ അവനെ ബാഗിൽ കൊണ്ടുപോയി ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ബാഗിലൊന്നും കൊണ്ടുപോയി ആക്കി കൊടുക്കലില്ല.
അപ്പോഴാണ് ആജിക്കുട്ടനെ എനിക്ക് പ്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ച വരെ ഉള്ളൂ ക്ലാസ് കിട്ടോ, അപ്പൊ ഇവിടെ വന്നിട്ട് ചോറുന്നോളാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഉച്ച വരെയാണെങ്കിലും ഞാൻ ലീവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആടിപ്പാടി സ്കൂൾക്ക് പോകണം. സ്കൂൾ ബസ്സിൽ കൊണ്ടുപോയി കയറ്റാൻ പോവലൊക്കെ ജനിക്കുട്ടന്റെ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഓന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ പോയി കയറ്റലൊക്കെ കേട്ടോ. പിന്നെ അതാ ഞാൻ വീണ്ടും കിച്ചണിൽ കയറിയിരിക്കണേ. 2 കുപ്പി ഒഴിഞ്ഞിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്കി വെച്ചിക്കണേ. അപ്പം അതിൽ ഫില്ല് ചെയ്ത് വെക്കണം. ഒന്നിൽ കുരുമുളക് പൊടി, ഒന്നിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ. അന്ന് ഭയങ്കര മഴ, കുറച്ച് പുറത്തു കൂടെയൊക്കെ നടന്ന് ചെയ്യാനുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയായപ്പോൾ പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഇന്നിപ്പോൾ മഴ ഒന്നും വല്ലാണ്ടൊന്നും മഴയില്ല. അപ്പം ഇന്ന് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം എന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെയുള്ള കുപ്പികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അത് അന്ന് മഴ ആയതുകൊണ്ടൊന്നും ചെയ്യാഞ്ഞിട്ടില്ല, പക്ഷെ അന്നത് ചെയ്യാൻ എന്തോ ഒരു മടി. അപ്പോൾ പിന്നെ അങ്ങനെ ചില ദിവസങ്ങളിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ ചെയ്തു തീർക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെ അങ്ങനെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലൊക്കെ അതങ്ങനെ ഒഴിഞ്ഞു മാറി പോകും. അങ്ങനെയൊക്കെയാണ് ഇന്ന കാര്യങ്ങൾ. ഞാനങ്ങനെ ക്ലീനിങ് ചെയ്യാൻ ഇന്ന റൊട്ടീൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഒരു റൊട്ടീനും സെറ്റ് ആവൂല എനിക്ക്. ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യണ ആളൊന്നും അല്ല ഞാൻ. പക്ഷേ ചില ദിവസങ്ങളിൽ ക്ലീനിങ്ങും ഞാൻ തിരഞ്ഞെടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഇന്ന ഏരിയ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പറ്റ അലമ്പായതൊക്കെ നമ്മളിങ്ങനെ എല്ലാ ഏരിയയിലും നമ്മൾ കണ്ണും കാലൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇവിടെ ക്ലീൻ ചെയ്യാനായിക്കണ്, കുറച്ച് അലമ്പായിക്കണ് എന്ന് തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഉള്ള ഏരിയകൾ ഞാൻ 1-2 എടുത്തിട്ട് അങ്ങനെ ചെയ്യും. ചിലത് ഒന്ന് മാത്രമുള്ളെങ്കിൽ അങ്ങനെ ചെയ്യും. ചിലത് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി അതും കൂടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് പറ്റണമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് എടുത്ത് മല മറിച്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം എനിക്ക് കൈ വേദന, കാല് വേദന, ഊരവേദന, അങ്ങനെയുള്ള വേദന വ്യഖ്യാതികളൊക്കെ ഇങ്ങോട്ട് വന്നുകൂടും. പണ്ടത്തെ പോലെയല്ലല്ലോ, ഇപ്പൊ വയസ്സായില്ലേ, വിചാരിച്ച മാതിരി ഒന്നും ചെയ്യാൻ പറ്റണില്ലടോ. പിന്നെ ഈ തട്ടും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. ഈ തട്ടിൽ ഇതാ ഈ ഒരു ഭാഗത്ത് പൈസയാണ് കേട്ടോ. അത് മക്കളെന്തിനേലും പീടികൊക്കെ പറഞ്ഞേക്കുമ്പോൾ ബാക്കിയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതാ ഇതേപോലെ ഈ കുപ്പിന്റെ ബാക്കിൽ വെക്കും കേട്ടോ. അതാവുമ്പോൾ ആരും കാണൂല, മക്കളും കാണൂല. പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അവിടുന്ന് എടുക്കും കേട്ടോ. അങ്ങനെ ചിലർ കാണാം ഈ ചായപ്പൊടി പാത്രത്തിൽ, അതേപോലെ തന്നെ കടുകിൻ്റെ പാത്രത്തിൽ, ഉലുവൻ്റെ പാത്രത്തിലൊക്കെ പൈസ ഇട്ടിക്കണം കേട്ടോ. എനിക്ക് ആ ഒരു കാര്യത്തിനോട് വലിയ യോജിപ്പില്ല. കാരണം പൈസയൊക്കെ പലരുടെ കയ്യിലും മാറി മാറി വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുഡ് ഇടുന്ന ആ ഒരു ഇതിലിട്ടേക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ ഒരു ഇഷ്ടക്കുറവാണ് കേട്ടോ. എന്നാൽ പിന്നെ പൈസ കൊടുക്കാതെ ഫുഡ് കിട്ടൂലല്ലോ. അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ എന്നാലും എനിക്കെന്തോ അങ്ങനെ ഫുഡ് ഇട്ടേക്കണ ആ ഒരു ഇതിൽ ഇട്ടേക്കണതിനോട് ഇഷ്ടമല്ല കേട്ടോ. ആ കുപ്പി ഞാൻ അങ്ങനെ കാണിച്ചതെന്താ വെച്ചാൽ ഈ എയർ ടൈറ്റ് എല്ലാം ഇട്ട് അതാരും വാങ്ങണ്ട എന്നാണ് ഞാൻ കാണിച്ചത്. എനിക്ക് ആ കുപ്പി തീരെ ഇഷ്ടമല്ല. പിന്നെ വാങ്ങിച്ചു പോയില്ലേ, റിട്ടേൺ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് അൺബോക്സ് ചെയ്ത് സെറ്റാക്കുന്നത്. പിന്നെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ കള്ളി മനസ്സിലായത് കേട്ടോ. പിന്നെന്താ വെച്ചാൽ അത് പിന്നീട് ഉപയോഗിക്കാതെ ഒഴിവാക്കാനും വയ്യ. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കലുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അധികം പ്രാണികളൊന്നും കയറാത്ത അങ്ങനത്തെ വലിയ എയർ ടൈറ്റ് ആവണം എന്നില്ലാത്ത സാധനങ്ങളൊക്കെയാണ് അതിലിട്ട് വെക്കല്. അന്ന് കെട്ടിയവന് ഒരു പപ്പായ കുത്താൻ പറഞ്ഞപ്പോൾ 4നും കുത്തിയില്ലേ. അതിൽ ലാസ്റ്റത്തെ പപ്പായും പൈത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കേടെത്തി കളയേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായില്ല. ഓരോ ദിവസം ഓരോരുത്തരായിട്ട് പൈത്ത് റെഡി ആയി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ചോറൊന്നും ആവാതെയാണ് ആ ഒരു ക്ലീനിങ് പരിപാടിക്ക് നിന്ന് കേട്ടോ. അപ്പോഴാണ് ചെയ്യണം തോന്നി, അപ്പോഴാണ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇൻ്റെ കാര്യങ്ങൾ. ഓരോ ദിവസം ആദ്യം ഒരു കാര്യം, അത് കഴിഞ്ഞിട്ടൊരു കാര്യം, അങ്ങനെ ആ ഒരു കറക്റ്റ് റൊട്ടീനൊന്നും ഞാൻ ഫോളോ ചെയ്യലില്ല. എനിക്കപ്പം എന്ത് തോന്നുന്നു അത് ചെയ്യും. അങ്ങനെ ചില സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടുകൊടുക്കും. 2 അടുപ്പത്തും ഒരേമാതിരി പണിയെടുക്കണം. എന്താ വെച്ചാൽ ഒരടുപ്പത്ത് നമ്മളെ വെണ്ടക്ക ഉപ്പേരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതവിടെ സിമ്മിൽ കടന്നിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ വേവിച്ച് അതിൻ്റെ ആ ഒരു ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് ചെയ്യണത്. തൊട്ടപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ഉണ്ടാക്കണത് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. മഴ അപ്പോൾ ഉള്ളേനു ഇപ്പം അതാ പെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ എഗ്ഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഫുള്ള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. രാവിലെയും എഗ്ഗ്, ഉച്ചക്കൊക്കെയുള്ളതും എഗ്ഗ്. ഇന്ന് പിന്നെ കറി ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നും ഉണ്ടായില്ല. കാരണം കറി ഇന്നലത്തെ സാമ്പാർ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ.
അയലോക്കത്തെ താത്ത അതാ അവിടെയൊക്കെ കാട് വെട്ടിണ് കേട്ടോ. ഞാൻ നമ്മൾ ചേമ്പിനെല്ലാം പറിച്ചില്ലേ, അവിടെയൊക്കെ കാട് വെട്ടി സെറ്റാക്കി ഇട്ടിക്കണ് കേട്ടോ. അപ്പോൾ അവിടെ മുരിങ്ങ പറിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്ക് മുരിങ്ങ തന്നതേനി താത്ത. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിക്കണ്. കാരണം ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ജനലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം നല്ലോണം പൊടിയും മറലിയും ഒക്കെ വന്നിക്കണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നിന്നാൽ ഇതവിടെ ഉണ്ട്. മുമ്പ് ഞാൻ അകാരോന്റെ മറ്റേ സ്ക്രബ്ബർ വെച്ചിട്ട് ജനൽ തുടച്ചിട്ടില്ലേനോ, അത് സ്ക്രബ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ പേര് തന്നെ സ്ക്രബ്ബർ എന്നാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ വൈപ്പ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കൂലല്ലോ. അതിന്റെ പേര് സ്ക്രബ്ബർ എന്നല്ലേ. ഇനി ജനലൊക്കെ തുറക്കാൻ പറ്റണം വല്ല മെഷീനും അകാരോന്റെ ആൾക്കാർ അയച്ചിരുവോ. പൊടി ഇട്ടുന്ന മെഷീന് അത് അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരില്ലേ, നല്ല ഉഷാറായിട്ട് മാറലൊക്കെ ഇങ്ങനെ വടിച്ച് കണ്ടിടും. ജനൽ കാണുമ്പോൾ ചൊറുക്കനാണെങ്കിലും അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തോത്തി തുടച്ച് ഞാൻ അകത്ത് കയറിയിരിക്കണേ. നമ്മളെ ഗ്യാസൊക്കെ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് ഞാൻ അധികം ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. അവിടെ മൊത്തത്തിലൊന്ന് ഉരച്ച് തേച്ച് അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഗ്യാസിന്റെ ഭാഗങ്ങളൊന്നും എന്നും സോപ്പിട്ടൊന്നും ഉരക്കൂല ഞാൻ. എണ്ണ കായങ്ങാണ്ട് എന്തെങ്കിലും ഫ്രൈ ആക്കുന്ന സമയത്തൊക്കെ ഗ്യാസ് അധികം തെറിച്ച് അലമ്പാകുമല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിതൊക്കെ ഒന്ന് തേച്ച് വരച്ച് നന്നാക്കി എടുക്കല് കേട്ടോ. ഇതാ ഈ ഒരു ബ്രഷ് ഇങ്ങനെ ഈ സൈഡ് കോർണറൊക്കെ ഉരക്കാൻ പറ്റിയതാണ് കേട്ടോ. സാധാ ബ്രഷ് കൊണ്ടാണ് ഞാൻ ചെയ്യല്. ഇന്നത് എങ്ങനെയായാലും അത് തരേണ്ട കാണില്ല കേട്ടോ. നമ്മൾ പല്ലിയേക്കണ ബ്രഷ് ഉണ്ടാവൂലേ, അത് പഴയത് ഞാൻ ഇതേപോലെ ഉരക്കാനൊക്കെ എടുത്തു വെക്കലാണ് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഉരക്കല്. ഇന്നിപ്പോൾ ഈ ബ്രഷേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം ഉരച്ച് തേച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. പലർക്കും ക്ലീനിങ് കാണാനാണ് ഇഷ്ടം. കാരണം എനിക്ക് തന്നെ അറിയാം, ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടാൽ അതിന് കുറച്ച് വ്യൂ കൂടുതലായിക്കാരം. അപ്പം തന്നെ എനിക്കറിയാം നമ്മൾ വ്യൂവേഴ്സ് അധികം ക്ലീനിങ് ആണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലീനിങ് വീഡിയോ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് അധികം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതാണല്ലോ, എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടം. പക്ഷെ ഡെയിലി ഒന്നും ഈ ക്ലീനിങ്ങിന് ഒരു മോട്ടിവേഷൻ കിട്ടൂല. മോട്ടിവേഷൻ അല്ല, ഒരു മൂഡ് ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി ഒന്നും ക്ലീനിങ് വീഡിയോ ഞാൻ ചെയ്യാത്തത്. എല്ലാ ദിവസവും എല്ലായിടും എത്തിപ്പെടാനൊന്നും നടക്കൂല. പക്ഷെ പറ്റണം എന്നൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാൽ നമ്മളെ വീട് എപ്പോഴും കാണാൻ വൃത്തികരം. ഒരുപാട് വലിയ വീട് അല്ലെങ്കിൽ ചെറിയ വീട് അതിലൊന്നും നല്ല കാര്യം. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു വൃത്തിക്ക് കൊണ്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ ഞാൻ ഈ സോപ്പും സെബീനപ്പൊടിയൊക്കെ ഇട്ട് പതപ്പിച്ചുമ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടേന്, ഗ്ലൗ ഇട്ടൂടെ കയ്യിന്, അത്രയും പതപ്പിക്കണമൊന്നും നല്ലതല്ല കയ്യിന് എന്നുള്ളത്. ശരിയാണ്, കയ്യിന് നല്ലതല്ല കേട്ടോ. കാരണം ഈ ഒരുപാട് ഈ സോപ്പൊക്കെ ഇട്ട് പതപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ കൈ പെട്ടെന്ന് പിന്നെ കഴുകി കഴിയുമ്പോഴേ പെട്ടെന്ന് ഡ്രൈ ആവണ മാതിരിയും ഒരുമാതിരി ഒരു ഒരവും ഒക്കെ നമ്മളെ കയ്യിൽ വരും. പക്ഷെ എനിക്ക് ഗ്ലൗ ഇട്ടൊരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൗ ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈയൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. ഈ സെബീനപ്പൊടി എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര കാരാണ് തോന്നുന്നുണ്ട്. അത് ആ സെബീനപ്പൊടിയുടെ കൈമലായാൽ നമ്മളെ കൈ നമുക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ഒരം പോലെ ഫീൽ ചെയ്യും. ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി നനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുരിങ്ങ ഊരിക്കണത് കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. പക്ഷെ ഞാൻ വിശപ്പിനെ പിടിച്ചെടുത്തിട്ട് എൻ്റെ ആ മുരിങ്ങ ഊരെല്ലാം കൂടി കഴിച്ചേ, അല്ലെങ്കിൽ ആ മുരിങ്ങ അവിടെ കിടക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ അല്ലി ഇടർത്തിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടും. എലിയും അല്ലികളും ഒക്കെ ഒരേപോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം മുരിങ്ങ ഊരി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഇനി ഫ്രിഡ്ജിക്ക് മാറ്റും. നാളെ ഇനി ഉപ്പേരി എന്താണെന്ന് അന്വേഷിക്കേണ്ട, വേഗം ഉപ്പേരി അത് വെച്ചിട്ട് സെറ്റാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ചോറുന്നാണേ. ഇന്നലത്തെ സാമ്പാർ ഉണ്ടേനു, അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കാൻ. പിന്നെ മുട്ട റോസ്റ്റും പിന്നെ നമ്മളെ വെണ്ടക്ക മെഴുക്കുവരട്ടിയും കുറച്ച് തൈര് മുളക് പൊടി ഉപ്പിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂട്ടി സമാധാനത്തിലിരുന്നൊരു ഊണ് കഴിക്കട്ടെ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.